നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. കായിക ലോകത്ത് നമ്മൾ കാണുന്ന ഓരോ വിജയത്തിനു പിന്നിലും ഒരുപക്ഷെ ആരും കാണാതെ പോകുന്ന വലിയൊരു കണ്ണീരിന്റെയും കഠിനാധ്വാനത്തിന്റെയും കഥയുണ്ടാകും. ഗാലറികളിലെ ആർപ്പുവിളികളും മാധ്യമങ്ങളുടെ ലൈംലൈറ്റും ഒരു താരം സ്വന്തമാക്കുമ്പോൾ അദ്ദേഹത്തെ ആ നിലയിലെത്തിക്കാൻ വേണ്ടി ജീവിതം തന്നെ ഹോമിച്ച ചില മനുഷ്യർ അണിയറയിൽ ഒതുങ്ങിപ്പോകാറുണ്ട്. ഒരു സാധാരണക്കാരന് തന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പിന്തുണ ആവശ്യമാണ്. പലപ്പോഴും പ്രതിഭയുണ്ടായിട്ടും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കാരണവും ശരിയായ വഴികാട്ടികൾ ഇല്ലാത്തതുകൊണ്ടും വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന എത്രയോ കായിക സ്വപ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ച് മുന്നേറാൻ ഭാഗ്യം ലഭിച്ചവർ ചരിത്രത്തിൽ വളരെ കുറവാണ്. വരും തലമുറകൾക്ക് പോലും വലിയ രീതിയിൽ മാതൃകയാക്കാവുന്ന തരത്തിലുള്ള ഒരു വലിയ ജീവിത സമരത്തിന്റെ കഥയാണ് ഇപ്പോൾ കായിക ലോകത്ത് വീണ്ടും ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. വായനക്കാരിൽ വലിയൊരു ജിജ്ഞാസ ഉണർത്തുന്ന തരത്തിലാണ് ഈ ഒരു വ്യക്തിയുടെ ജീവിതയാത്ര മുന്നോട്ടു പോയിട്ടുള്ളത്. ഒരു കുട്ടിയുടെ കായിക സ്വപ്നങ്ങൾക്ക് ചിറകേകാൻ വേണ്ടി സ്വന്തം കരിയറും സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങളും പൂർണ്ണമായും മാറ്റിവെക്കാൻ തയ്യാറാകുന്ന മാതാപിതാക്കൾ ഈ ലോകത്ത് വളരെ അപൂർവമായിരിക്കും. ഭാരതത്തിൽ ഒരു സർക്കാർ ജോലി എന്ന് പറയുന്നത് ഏതൊരു സാധാരണക്കാരന്റെയും ഏറ്റവും വലിയ സ്വപ്നവും ജീവിത ഭദ്രതയുമാണ്. എന്നാൽ തന്റെ മകന്റെ ഉള്ളിലെ കായിക പ്രതിഭയെ തിരിച്ചറിഞ്ഞ ഒരു പിതാവ് ആ സുരക്ഷിതമായ സർക്കാർ ജോലിയിൽ നിന്ന് നിഷ്കരുണം രാജിവെക്കാൻ കാണിച്ച ആർജവം ശരിക്കും സമാനതകളില്ലാത്ത ഒന്നാണ്. അത്തരമൊരു കടുത്ത ത്യാഗം ചെയ്യുക എന്നത് ഇന്നത്തെ കാലത്ത് എല്ലാ മാതാപിതാക്കൾക്കും ചിന്തിക്കാൻ പോലും സാധ്യമാകുന്ന കാര്യമല്ല. ഒരുപക്ഷെ സ്വന്തം ഭാവി തന്നെ അപകടത്തിലാക്കിക്കൊണ്ട് മകന്റെ കളിമിടുക്കിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് ഇറങ്ങി പുറപ്പെട്ട ആ പിതാവിന്റെ ദീർഘവീക്ഷണം കായിക ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു നന്മയായി അല്ലെങ്കിൽ അത്ഭുതമായി മാത്രമേ കാണാൻ സാധിക്കൂ. കുടുംബത്തിന്റെ സുരക്ഷിതത്വം നോക്കാതെ മകന്റെ വഴിക്ക് വെളിച്ചമാകാൻ അദ്ദേഹം കാണിച്ച ആ ധീരത ഇന്ന് കോടിക്കണക്കിന് ആളുകൾക്ക് വലിയൊരു പ്രചോദനമാണ് നൽകുന്നത്. എന്നാൽ ഈ കഠിനാധ്വാനത്തിന്റെ മറുവശം പരിശോധിച്ചാൽ ഒരു കായിക താരം വളർന്നു വരുന്ന വഴിയിൽ സമൂഹത്തിൽ നിന്നും നേരിടേണ്ടി വരുന്ന അവഗണനകൾ ഏതൊരു സാധാരണക്കാരന്റെയും ചോര തിളപ്പിക്കുന്നതാണ്. അത്രയും വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നിട്ടും തന്റെ മകന് അർഹമായ അവസരങ്ങൾ ലഭിക്കാതിരുന്നപ്പോൾ ആ പിതാവ് അനുഭവിച്ച മാനസിക വിഷമം വിവരിക്കാൻ കഴിയാത്തതാണ്. പല അഭിമുഖങ്ങളിലും ആ താരം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്, തന്റെ അച്ഛൻ സ്വന്തം ആഗ്രഹങ്ങളും സന്തോഷങ്ങളും പോലും മാറ്റിവെച്ചാണ് തന്നെ ഈ നിലയിൽ എത്തിച്ചതെന്ന്. കരിയറിന്റെ തുടക്കത്തിൽ പല സെലക്ഷൻ കമ്മിറ്റികളിൽ നിന്നും നേരിടേണ്ടി വന്ന അവഗണനകളും തഴയലുകളും കാണുമ്പോൾ ഏതൊരു കായിക പ്രേമിക്കും കടുത്ത അമർഷം തോന്നുമായിരുന്നു. പ്രതിഭയേക്കാൾ സ്വാധീനങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ചില ആളുകളുടെ കുടിലതന്ത്രങ്ങൾ കാരണം ആ കുട്ടിയുടെ കരിയർ തന്നെ ഇല്ലാതാക്കാൻ പലരും ശ്രമിച്ചിരുന്നു. ഈ ഒരു നീചമായ വ്യവസ്ഥിതിക്കെതിരെ പൊരുതി ജയിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഈ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളെയെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ആ താരം പിന്നീട് ദേശീയ തലത്തിലേക്ക് ഉയർന്നു വന്നതും രാജ്യത്തിന്റെ അഭിമാനമായി മാറിയതും. മുൻപ് നടന്ന പല ആഭ്യന്തര മത്സരങ്ങളിലും അന്താരാഷ്ട്ര വേദികളിലും അദ്ദേഹം തന്റെ ബാറ്റിംഗ് വിരുന്നുകൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ആ താരം മൈതാനത്തിലിറങ്ങുമ്പോൾ ഗാലറിയിലും കമന്ററി ബോക്സിലും മുഴങ്ങുന്നത് കേവലം ഒരു കളിക്കാരന്റെ പേരു മാത്രമല്ല, മറിച്ച് അതിനു പിന്നിൽ ഒരു പിതാവ് അനുഭവിച്ച കടുത്ത വേദനകളുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും കഥ കൂടിയാണ്. ഇന്ത്യയുടെ നീല ജേഴ്സി അണിയാൻ ഭാഗ്യം ലഭിച്ച നിമിഷം മുതൽ തന്റെ ഓരോ നേട്ടങ്ങൾക്കൊപ്പവും അച്ഛന്റെ ആ വലിയ അധ്വാനവും ലോകം മുഴുവൻ അറിയണമെന്ന് ആ താരം ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടുതന്നെയാണ് തന്റെ കരിയറിലെ ഏറ്റവും വലിയ പ്രതീകമായി അദ്ദേഹം ആ ഒരു കാര്യം തന്റെ ജേഴ്സിയിൽ എന്നും കാത്തു സൂക്ഷിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ ഒരു വലിയ ബന്ധത്തിന്റെ കഥ സ്പോർട്സ് ലോകത്ത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെയാണ് മലയാളി ക്രിക്കറ്റ് പ്രേമികളുടെ കണ്ണു നിറയ്ക്കുന്ന ആ വലിയ സസ്പെൻസ് ഒളിഞ്ഞിരിക്കുന്നത്. മറ്റാരുമല്ല, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മാസ് ഹീറോയായ സഞ്ജു സാംസണും അദ്ദേഹത്തിന്റെ പിതാവായ സാംസൺ വിശ്വനാഥുമാണ് ഈ കഥയിലെ യഥാർത്ഥ നായകന്മാർ. ഡൽഹിയിലെ പോലീസ് കോൺസ്റ്റബിൾ എന്ന ഉന്നത ജോലിയിലായിരുന്ന സാംസൺ മകൻ സഞ്ജുവിന്റെ ക്രിക്കറ്റ് സ്വപ്നങ്ങൾക്ക് വേണ്ടി മാത്രമാണ് തന്റെ ജോലി ഉപേക്ഷിച്ചത്. തന്റെ അച്ഛൻ ചെയ്ത ആ വലിയ ത്യാഗത്തോടുള്ള ആദരവായിട്ടാണ് ഇന്ത്യയുടെ ജേഴ്സി അണിയുമ്പോൾ
സഞ്ജു സ്വന്തം പേരിനേക്കാൾ വലിയ അഭിമാനത്തോടെ പുറകിൽ സാംസൺ എന്ന് എഴുതി വച്ചിരിക്കുന്നത്. മൈതാനത്ത് സഞ്ജു ബാറ്റ് വീശുമ്പോഴൊക്കെയും ആ ജേഴ്സിയിൽ തിളങ്ങുന്നത് ഒരു പിതാവിന്റെ ത്യാഗത്തിന്റെയും വിശ്വാസത്തിന്റെയും കഥ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് സഞ്ജു സാംസൺ എന്ന പേര് മലയാളികൾക്ക് വെറുമൊരു ക്രിക്കറ്ററേക്കാളുപരി നെഞ്ചോട് ചേർത്ത് വെച്ച വലിയൊരു വികാരമായി മാറുന്നത്. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി സ്പോർട്സ് പിച്ച് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്